കൃഷി ചെയ്ത് ഈ നാടിനെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി വന്നതാണ്. അല്ലാണ്ട് കാട് വെട്ടിത്തെളിച്ച് വന്നതല്ല അവർ. ഞങ്ങളെല്ലാം അവിടെ നിന്ന് ഇട്ടെറിഞ്ഞ് ഓടിപ്പോകുന്ന ഒരു സ്ഥിതിയിലേക്കാണ് ഞങ്ങളുടെ ജീവിതമല്ല ഇപ്പം നിൽക്കുന്നത്. ഇതിനെ ബഹുമാനപ്പെട്ട അധികാരികളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലുമുള്ള ഇടപെടലുകളൊക്കെ ഉണ്ടായില്ലെങ്കിൽ ഈ മാമലക്കണ്ടം പ്രദേശം നശിച്ചു പോകും, അല്ലെങ്കിൽ ജനം ഇല്ലാണ്ടായി പോകും. പക്ഷേ ഈ അടുത്ത കാലത്തായിട്ടാണ് ഇത്രയും ഇവരുടെ ഒരു കൃഷിയെയും മറ്റുമൊക്കെ നശിപ്പിക്കുന്ന രീതിയിലേക്ക് ആയി തുടങ്ങിയത്. കൃഷി ചെയ്ത് ജീവിക്കുക എന്നുള്ള ഒരു വളരെ ബുദ്ധിമുട്ടേറിയ ഒരു സാഹചര്യമായിട്ട് മാറിയിരിക്കുകയാണ്. ഇവിടെ ഒരു ആനയ്ക്ക് എന്തെങ്കിലും പരിക്ക് പറ്റിയാൽ അനേകം പേര് ഉദ്യോഗസ്ഥന്മാർ വരും. മനുഷ്യർക്ക് മരിച്ചാൽ പോലും ഇവിടെ ആരും വരാനില്ല. കുട്ടികളെയൊക്കെ സ്കൂളിൽ വിടാൻ തന്നെ മാതാപിതാക്കൾക്ക് ഭയങ്കര ഭയമാണ്. പക്ഷേ ഇവിടെ നിന്ന് പോയി പിള്ളേർ അവിടെ എത്തിയാലും ഞങ്ങൾക്കൊരു പേടിയാണ്, വഴിക്ക് ആനയുണ്ടാവുമോ അങ്ങനെയുള്ള ഭയമുണ്ട്. ഈ ജനങ്ങളെ കള്ളക്കേസിൽ കൊടുക്കുക എന്നുള്ളതായിരിക്കരുത് ഫോറസ്റ്റുകാരുടെ ലക്ഷ്യം. ഇവിടെ ഫോറസ്റ്റുകാർക്ക് കഴിവില്ല എങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും സൈന്യത്തെ ഇറക്കണം. ജനത്തിന് ജീവിക്കാൻ മേലാത്തൊരവസ്ഥയിലേക്കാണ് ഇപ്പം ഞങ്ങളുടെ നാടും ഇപ്പം ഞങ്ങളുടെ ഈ വലിയ പള്ളിയൊക്കെ നിൽക്കുന്നത്. ഇത് ഞങ്ങൾക്ക് നിലനിർത്തി കിട്ടാൻ വേണ്ട ഇടപെടലുകൾ എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലാണ്. മൂന്നാറിലേക്കുള്ള പാതയാണ്. ഇതിലൂടെയാണ് നമ്മൾ സാധാരണഗതിയിൽ ഈ പറയുന്ന മൂന്നാറിലേക്കുള്ള വിനോദസഞ്ചാരികളെല്ലാം തന്നെ യാത്രയാവുന്നത്. ഇവിടെ നിന്നാണ് നമ്മൾ ഈ ഒരു കാണുന്ന വഴിയിലൂടെയാണ് മാമലക്കണ്ടം, അതുപോലെ പഴമ്പള്ളിച്ചാൽ തുടങ്ങിയ വളരെ കാട്ടുമൃഗശല്യങ്ങളുടെ വളരെ ദുരിതപൂർണമായ സാഹചര്യമുള്ള സ്ഥലത്തേക്ക് നമ്മൾ യാത്രയാകുന്നത്. അഭിനന്ദ പിതാവിനോടൊപ്പം ഈ യാത്ര നമ്മൾ തുടരുകയാണ്. ഇവിടുന്ന് ഏതാണ്ടൊരു 10-15 കിലോമീറ്ററോളമാണ്. തീർത്തും വനപ്രദേശമാണ്. രാത്രിയായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ സന്ധ്യയോടെ എടുക്കുമ്പോഴേക്കും വലിയ വന്യമൃഗശല്യം ഉള്ള ഒരു പ്രദേശത്തേക്കാണ് നമ്മൾ യാത്രയാവുന്നത്. പ്രധാന വഴിയിൽ നിന്നും ഉൾപ്രദേശത്തേക്ക് നമ്മൾ യാത്ര ആരംഭിക്കുകയാണ്. മാമലക്കണ്ടത്ത് നിന്ന് കുട്ടമ്പുഴയിലേക്കുള്ള വഴിയാണിത്, കാനനപാത. ഒരുപക്ഷെ വിനോദസഞ്ചാരികളുടെ ഒരു ഇഷ്ട സ്ഥലമാണിത്. ഈ പ്രദേശങ്ങളൊക്കെ ഒരുപക്ഷെ നമ്മൾ വ്ളോഗേഴ്സിൻ്റെയും അതുപോലെ തന്നെ വീഡിയോ ചിത്രീകരിക്കുന്നവരൊക്കെ സർവ്വസാധാരണമായി വന്ന് കടന്നു പോകുന്ന ഒരു സ്ഥലമാണ്. ഇത് വിനോദസഞ്ചാരികൾക്ക് ഒരു ഇഷ്ട സ്ഥലമാണ്. ഒരു തവണ വന്ന് കടന്നു പോകുന്നവർക്ക് അതിലേറെ ഇഷ്ട സ്ഥലമാണ്. മനസ്സിന് ഉല്ലാസം നൽകുന്ന ഒരിടമാണ്. പക്ഷേ ഈ വഴിയിലൂടെ കടന്നുപോയി നമ്മൾ മാമലക്കണ്ടത്ത് എത്തിച്ചേരുമ്പോൾ അവിടെയുള്ള മനുഷ്യരുടെ ജീവിതം വളരെ ദുഷ്കരമാണ്. കാർഷിക വൃത്തി മാത്രം ഉപജീവന മാർഗമായി സ്വീകരിച്ചിരിക്കുന്ന അവരെ സംബന്ധിച്ചിടത്തോളം വന്യമൃഗങ്ങളുടെ ശല്യം വളരെ ദുഷ്കരമായ ഒരു അവസ്ഥയായി അവരുടെ ജീവിതത്തെ ബാധിക്കുന്ന ഒരു സമയമാണിത്. അതുകൊണ്ട് ഈ ഒരു വിനോദസഞ്ചാര മേഖലയ്ക്ക് അപ്പുറത്ത് ഇതുപോലെ കഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ആളുകളുടെ വേദന കൂടി ഉണ്ട് എന്ന് നമ്മൾ അറിയുമ്പോഴാണ് നമ്മുടെ ഈ യാത്രയുടെ പ്രാധാന്യം എത്രത്തോളമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നത്.
രാത്രിയും പകലും കാട്ടാനകൾ വിഹരിക്കുന്ന വഴിയിലൂടെ കാട്ടുപാതയിലൂടെ സഞ്ചരിച്ച് നമ്മളിപ്പോൾ മാമലക്കണ്ടം സെൻറ്റ് ജോർജ് പള്ളിയുടെ മുമ്പിലെത്തിയിരിക്കുകയാണ്. നമ്മൾ ഈ കാണുന്നതാണ് മാമലക്കണ്ടത്തെ മനോഹരമായ ദേവാലയം. ഈ ദേവാലയത്തിനും ഈ പ്രദേശത്തിനും ഒരു ചരിത്രമുണ്ട്. ഇവിടെ ഈ ദേവാലയം പണിയുന്ന സമയത്ത് അല്ലെങ്കിൽ നിർമ്മിക്കുന്ന സമയത്ത് ഇവിടെയുള്ള പാവപ്പെട്ടവരായ മനുഷ്യർ ഒരുമിച്ച് കൂടി ദേവാലയം പണിയുമ്പോൾ ഇവിടെ ഏതാണ്ട് 120ഓളം ഇടവാങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ വന്യമൃഗങ്ങളുടെ ക്രൂരമായ ശല്യം അത് സഹിക്കവയ്യാതെ ഇവിടുന്ന് ഏകദേശം ഒരു ഭൂരിപക്ഷം പേര് ഇവിടുന്ന് കടന്നു പോവുകയും ഇപ്പോൾ ഏതാണ്ട് 50ഓളം കുടുംബാംഗങ്ങൾ മാത്രമേ ഇവിടെ ഇപ്പോൾ താമസിക്കുന്നുള്ളൂ എന്നുള്ളതാണ്. അതായത് വന്യമൃഗങ്ങളുടെ ഭീഷണി കൊണ്ട് അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഇടവക സമൂഹത്തിൻ്റെ മുമ്പിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ പ്രദേശത്തിൻ്റെ വേദന, ഇവരുടെ സങ്കടം, ഇവരുടെ സാമ്പത്തികവും മാനസികവുമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, സങ്കടങ്ങൾ കണ്ട് അവരോട് സംസാരിക്കാനും ഈ വന്യമൃഗശല്യം എന്ന രൂക്ഷമായ പ്രശ്നത്തിന് ഏതെങ്കിലും തരത്തിലുള്ള പരിഹാരങ്ങൾ കാണേണ്ടതുണ്ടെങ്കിൽ അത് സർക്കാർ അധികാരികളുടെ കണ്ണിലേക്ക് എത്തിക്കാനും ഈ പ്രദേശത്തെ പാവപ്പെട്ട മനുഷ്യർക്ക് ആശ്വാസമേകാനുമായി കോതമംഗലം രൂപതയുടെ അധ്യക്ഷൻ അഭിമന്യമാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ പിതാവ് ഈ ഇടവകയിൽ ഈ ദൈവജനത്തോടൊപ്പം ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. അഭിമന്യ പിതാവിനോടൊപ്പമുള്ള ഈ സമയം നമുക്ക് ഇവിടെ ആയിരിക്കാം. ഈ നാടിന്, ഈ മാമലക്കണ്ടം പ്രദേശത്തിന് വലിയൊരു പ്രത്യേകതയുണ്ട്. ഇതൊരു മലയോര ഗ്രാമമാണ്. കാർഷിക വൃത്തിയിലൂടെ ഉപജീവനം നയിക്കുന്ന ധാരാളം പേര് ഇവിടെ താമസിക്കുന്നുണ്ട്. അതിനേക്കാളെല്ലാം ഉപരിയായി ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ മുഖ്യധാരാ മാധ്യമങ്ങൾ ഉൾപ്പെടെ ചർച്ചയാകുന്ന വന്യമൃഗശല്യം എന്ന പ്രശ്നം വളരെ രൂക്ഷമായി അനുഭവിക്കുന്ന, അനുദിനം എന്നോണം ആ പ്രശ്നത്തിലൂടെ കടന്നു പോകുന്ന ആളുകളാണ് ഇവിടെ ഉള്ളത്. ഇന്ന് അഭിമന്യ പിതാവ് ആ ആളുകളെ, തൻ്റെ മാമലക്കണ്ടം ഇടവകയിലെ ദൈവജനത്തെ കാണാനും അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാനും അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനും ഒക്കെ ആയിട്ടാണ് ഇവിടെ എത്തിയിരിക്കുക. അഭിമന്യ പിതാവെ, ഈ ഒരു മാമലക്കണ്ടം ഇടവകയിലെ പിതാവ് ധാരാളം തവണ വന്നിട്ടുണ്ട്. ഈ വരവിന് ഒരു പ്രത്യേകതയുണ്ടെന്ന് ഞങ്ങളെല്ലാവരും മനസ്സിലാക്കുകയാണ്. ഈ വരവിന് പ്രത്യേകതയുണ്ട്. കാരണം ആളുകൾ വളരെ ഭീതിയിൽ കഴിയുന്നൊരു അവസരമാണ്. അവരെ ഞങ്ങൾ സംസാരിക്കുകയുണ്ടായി. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസരമാണ്, അത് സാഹചര്യമാണ്, എന്ത് ചെയ്യാൻ പറ്റും. ഞങ്ങൾ ഒത്തിരിയേറെ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ഇവിടെ ഭൂമിയുണ്ട്, അതുപോലെ തന്നെ വീടുണ്ട്. പക്ഷേ പലരും വീട് ഉപേക്ഷിച്ച് പോകേണ്ടി വരുന്നു. അനുദിനം എന്നോളം ആന, കാട്ടുപന്നി, മ്ലാവ്, കേഴ, അങ്ങനെ വന്യജീവികൾ സ്വൈര്യവിഹാരം നടത്തുകയാണ്. വീട്ടിൽ വഴിക്ക് നടക്കാൻ പറ്റില്ല. ഇന്നിപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് തന്നെ പറഞ്ഞു, പോരുന്ന 1 മണിക്കൂർ മുമ്പ് അവിടെ ആനയുണ്ടായിരുന്നു പറഞ്ഞു, റോഡ് സൈഡിൽ. അപ്പം അങ്ങനെയുള്ള സാഹചര്യമാണ്. കുട്ടികളെ സ്കൂളിൽ വിടാൻ പറ്റത്തില്ല, അതുപോലെ തന്നെ പള്ളിയിൽ വരാനായിട്ട് സാധിക്കുന്നില്ല ഇവർക്ക്. അങ്ങനെയുള്ള ഒരു വലിയ പ്രതിസന്ധി നേരിടുന്ന കാലഘട്ടമാണ്. ഇവരുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കാനും അവരെ ഏതെങ്കിലും സഹായിക്കാൻ സാധിക്കുമോ എന്നുള്ളതിന് അറിയാൻ വേണ്ടിയാണ് ഞാനിവിടെ വന്നത്. ഇന്ന് വന്നപ്പോൾ കുറച്ച് പേരുണ്ടായിരുന്നു ഇവിടെ. ഞാൻ ഇന്നലെ രാത്രി പറഞ്ഞു അച്ഛനെ കാണാൻ വരുമെന്ന് പറഞ്ഞിരുന്നു. കുറച്ച് പേര് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവരെല്ലാം ഒത്തിരിയേറെ കഷ്ടപ്പെടുന്നവരാണ്. ഈ ആനയുടെയും അതുപോലെ തന്നെ കേഴയുടെയും കാട്ടുപന്നിയുടെയും ഒക്കെ ഭീഷണി മൂലം ജീവിതം വഴിമുട്ടി നിൽക്കുന്ന ആളുകളാണ് കൂടെ ഉള്ളവർ. അവരോട് കാര്യങ്ങൾ ചോദിച്ചാൽ അവർ കൃത്യമായിട്ട് പറയുന്നതായിരിക്കും. പിതാവിൻ്റെ വാക്കുകൾ നമ്മൾ കേട്ടു. ഒപ്പം തന്നെ ഈ ഇടവകയുടെ വികാരിയച്ഛൻ മാത്യു മുണ്ടക്കലച്ചനുണ്ട്. ഇടവക്കാരോടൊപ്പം തന്നെ കൈക്കാരന്മാരുണ്ട്, കമ്മിറ്റി അംഗങ്ങളുണ്ട്, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് ഇവിടെയുണ്ട്. മുണ്ടക്കലച്ച, ഈ ഒരു ഇടവകയുടെ പശ്ചാത്തലം പിതാവ് പറഞ്ഞു കഴിഞ്ഞെങ്കിലും അച്ഛന് എല്ലാ ദിവസവും ഇവിടെ ഉള്ള ആളാണ്. എന്താണ് അച്ഛൻ്റെ ഒരു ഏകദേശം 1983 മുതലാണ് ഇവിടെ ഇടവകയുള്ളത്. ഇവിടെ അന്ന് ഒരു പക്ഷേ ഇത്രയും വന്യമൃഗങ്ങളുടെ ശല്യം ഇവർക്കില്ലായിരുന്നു. ഇവരെല്ലാം ആ കാലഘട്ടം മുതൽ ഇവിടെ ഉള്ളവരാണ്. പക്ഷേ ഈ അടുത്ത കാലത്തായിട്ടാണ് ഇത്രയും ഇവരുടെ ഒരു കൃഷിയെയും മറ്റുമൊക്കെ നശിപ്പിക്കുന്ന രീതിയിലേക്ക് ആയി തുടങ്ങിയത്. പ്രത്യേകിച്ച് കാട്ടുപന്നിയൊക്കെ നമ്മുടെ പള്ളിയുടെ പറമ്പുള്ള പ്രദേശങ്ങളിൽ കാട്ടുപന്നി കയറി, അതുപോലെ തന്നെ ആന കയറി ഒരു 2 ആൾ പൊക്കത്തിന് താഴേക്ക്, ആനയുടെ തുമ്പിക്ക് എത്തുന്ന ഹൈറ്റ് മുതൽ താഴോട്ട് ആന തെങ്ങിനൊന്നും തൊലിയില്ലാത്ത രീതിയിൽ അങ്ങനെയെല്ലാം നശിപ്പിച്ച് കളഞ്ഞു. നമ്മുടെ കുറേ കാമുക കൃഷിയിടങ്ങൾ ഭയങ്കരം ആയിട്ട് ഇത് നിങ്ങൾ ആക്രമിക്കുന്നുണ്ട്. കൃഷി ചെയ്ത് ജീവിക്കുക എന്നുള്ള ഒരു വളരെ ബുദ്ധിമുട്ടേറിയ ഒരു സാഹചര്യമായിട്ട് മാറിയിരിക്കുകയാണ്. അത് വേറെ കുഴപ്പം, ഇവിടെ ഉള്ളവരെല്ലാം കൃഷിക്കാരാണ് താനെ. 100% കൃഷിക്കാർ, സർക്കാർ ജോലിക്കാരൊന്നും നമ്മുടെ ഇടവകയിൽ ആരും തന്നെയില്ല. അതുപോലെ തന്നെ ഈ വിദേശത്ത് മക്കളുള്ള അങ്ങനെയുള്ള ഒരു പുറമേ നിന്ന് പൈസ വന്ന് ജീവിക്കുന്ന അങ്ങനെയില്ല. എല്ലാവരും ഇവിടെ തന്നെ ഉള്ളവരും ഇവിടുത്തെ കൃഷിയും കാര്യങ്ങളും മറ്റു ഈ ചുറ്റോട്ടോ ഇതൊക്കെയാണ് അവരുടെ ലോകം എന്ന് പറയുന്നത്. അവിടെ അവരുടെ നാട്ടിൽ അവർ ഈ ഇത്രയും വർഷം അധ്വാനിച്ചുണ്ടാക്കിയ വീടുമൊക്കെ ഒരു
3-4 മാസം മുമ്പ് ഇവിടെ ഒരു വീട് ആന കയറി മൊത്തം ഇടിച്ച് നിരപ്പാക്കി കളഞ്ഞു, അതുപോലെ ആയി കളഞ്ഞു. അവിടെയാണെങ്കിൽ അവർക്ക് അപ്പച്ചനാണെങ്കിൽ അസുഖമൊക്കെ ആയിട്ട് ഒരു കുറച്ചുനാൾ മരിച്ചുള്ളൂ, അമ്മച്ചി മരിച്ചു, ഇതുപോലെ തന്നെ 2 മക്കൾ മാത്രമേ ഉള്ളൂ. അവർക്കിനി മുന്നോട്ട് ഒന്നുമില്ലാത്ത അവസ്ഥയാണ്. അവരുടെ ഗവൺമെൻറ് സംവിധാനങ്ങളിൽ പോയി പറഞ്ഞു, കുറേയൊക്കെ ചെയ്തു തരാമെന്ന് പറഞ്ഞു. പക്ഷേ ഒന്നും ഉണ്ടായിട്ട് എന്നുള്ളതാണ്. ഇവർ വന്ന് എല്ലാം ഇൻസ്പെക്ഷനൊക്കെ കഴിഞ്ഞ് പോയി എന്നുള്ള അല്ലാതെ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് അതിനില്ല എന്നുള്ളതാണ്. എല്ലാവരും വിളിക്കുമ്പോൾ വരുന്നു. ഇന്നാൾ താഴെ ഒരു ആന ചെരിഞ്ഞു. ഒരു 100-200 ഉദ്യോഗസ്ഥരല്ല അവിടെ വന്നു പോയത്. അതിന് കുറച്ച് നാൾ മുമ്പ് താഴെ കുടിയിൽ ഒരു ആൾ ഇങ്ങനെ ആനയുടെ ആക്രമണത്തിൽ മരിച്ചു. അവർ മൃതദേഹവുമായിട്ട് സമരം ചെയ്തേ പിന്നെയാണ് അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥർ വന്ന് ഇവരോടൊന്ന് മിണ്ടാൻ തയ്യാറായത്. അപ്പോൾ മനുഷ്യരെക്കാൾ കൂടുതൽ പ്രാധാന്യം മൃഗങ്ങൾക്ക് കിട്ടുന്നൊരു സാഹചര്യമാണ് ശരിക്കും ഇവിടെ. അതിൻ്റെ എല്ലാ ദിവസവും അതിൻ്റെ കെടുതിൽ അനുഭവിക്കുന്നവരാണ് ഇടവക്കാരായിട്ടുള്ള എല്ലാവരും. അതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. അതിനെന്തെങ്കിലും ഒരു പരിഹാരം കാണുക എന്നുള്ളതാണ് നമ്മുടെ ഈ പ്രയത്നത്തിൻ്റെ എല്ലാ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അതായത് നിർബന്ധിത കുടിയിറക്ക് എന്നൊരു ഒരു 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 ടേം തന്നെ ഇപ്പം വന്നു ചേർന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ മാമലക്കണ്ടത്തെ സംബന്ധിച്ച് ഈ ആളുകളത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഈ ഇടവകയുടെ വളർച്ച കൃത്യമായിട്ട് അതിൻ്റെ ചരിത്രമൊക്കെ അറിയാവുന്ന ആളാണ് പിതാവ്. ഒരു നിർബന്ധിത കുടിയിറക്ക് ആളുകളുടെ എണ്ണം കുറയുന്നു, അല്ലെങ്കിൽ കുടുംബങ്ങളുടെ എണ്ണം കുറയുന്നു. അതൊരു വലിയൊരു ആശങ്ക തന്നെയല്ലേ പിതാവ്? ഇവിടെ ആളുകൾ താമസിക്കാൻ വന്നത് കൃഷി ചെയ്ത് ഈ നാടിനെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി വന്നതാണ്. അല്ലാണ്ട് കാട് വെട്ടിത്തെളിച്ച് വന്നതല്ല അവർ. ഇവിടെ വന്ന് കൃഷി ചെയ്ത് അധ്വാനിച്ച് നാടിനെ സംരക്ഷിക്കാൻ വേണ്ടി ഇവർ അധ്വാനിച്ചവരാണ്. ഇപ്പോൾ ഇവർക്ക് കൃഷി ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരുന്നു. അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥർ പറയുന്നു 15 ലക്ഷം രൂപ വന്നേക്കാം, വേണേൽ ഇറങ്ങിപ്പോക്കൂ. മരിച്ചാൽ 10 ലക്ഷം വന്നേക്കാം. അപ്പം മരിക്കുക നല്ലതെന്ന് തോന്നുന്നു. കാരണം പെണ്ണൊന്നും അറിയേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് മരിച്ചാൽ 10 ലക്ഷം, ഇറങ്ങിപ്പോയാൽ 15 ലക്ഷം. അങ്ങനെയുള്ള ഒരു നിലപാടാണ് ഈ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നുള്ളത്. ഇവിടെ അച്ഛൻ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഉദ്യോഗസ്ഥന്മാർ ഇവിടെ ഒരു ആനയ്ക്ക് എന്തെങ്കിലും പരിക്ക് പറ്റിയാൽ അനേകം പേര് ഉദ്യോഗസ്ഥന്മാർ വരും. മനുഷ്യർക്ക് മരിച്ചാൽ പോലും ഇവിടെ ആരും വരാനില്ല. ഇന്നിപ്പോൾ രാവിലെ ഞങ്ങൾ പോയ സ്ഥലത്ത് 3 ദിവസമായി ഒരു സ്ത്രീ മരിച്ച് അടക്കിയിട്ട് ഇവിടെ ഒരു ഉദ്യോഗസ്ഥൻ പോലും വന്നില്ലെന്നാണ് അവിടെ ആൾക്കാർ പറഞ്ഞത്. അപ്പം അങ്ങനെയുള്ള അവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അവരുടെ കടമ നിറവേറ്റുകയും ഈ നാട്ടിലെ ജനങ്ങൾക്ക് സുരക്ഷിതമായി ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കുകയും ചെയ്യണം എന്നുള്ളതാണ്. നമ്മുടെ ഈ ഇടവകയിലെ സ്നേഹമുള്ള കൈക്കാരൻ ചേട്ടനാണ് നമ്മുടെ കൂടെ ഉള്ളത്. ചേട്ടാ, ഈ ഒരു മനോഹരമായ, ഞങ്ങളിവിടെ വന്നപ്പോൾ ശ്രദ്ധിക്കുക, വളരെ മനോഹരമായ ഇടവക ദേവാലയം നാളുകൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ കണിമറ്റച്ചിലച്ചൻ ഇരിക്കുന്ന കാലത്താണ് ഇത് നിർമ്മിച്ചതെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ ഇത്രയും മനോഹരമായ ദേവാലയമുണ്ട്, മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം തന്നെ നമുക്കിവിടെ ഉണ്ട്. പക്ഷേ എങ്കിലും നമ്മുടെ ഈ ദേവാലയം നിർമ്മിക്കുമ്പോൾ ഇവിടെ എത്ര ഇടവക്കാരുണ്ടായിരുന്നു? ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണ്? ദേവാലയം നിർമ്മിക്കുമ്പോൾ ഇവിടെ 125 ഇടവക്കാരുണ്ടായിരുന്നു. അന്ന് ആക്റ്റീവായിട്ട് 125 ഇടവക്കാരുള്ള ഒരു ദേവാലയമായിരുന്നു ഇത്. ഇന്ന് ആ അവസ്ഥ മാറി 55 കുടുംബം വരെ ആയിരിക്കുകയാണ്. കാരണം കൃഷി ചെയ്താൽ അതിൻ്റെ ഉൽപ്പന്നം കിട്ടാൻ മാർഗ്ഗമില്ല. അപ്പം പുറത്തേക്ക് വെളിയിലേക്ക് പോകുന്നൊരവസ്ഥയാണ്. ഇത് അടുത്ത വർഷമാകുമ്പോഴും ഇതിലും ആൾ പറയാനുള്ള സാധ്യതയാണുള്ളത്. ആളുകൾ സ്ഥലം ഉപേക്ഷിച്ച് പോകണം, അതേ സ്ഥലം ഇവിടെ ഉണ്ട്, അതെയോ? ഒരു സ്ഥലമുണ്ട്, പക്ഷേ ജോലി അന്വേഷിച്ച് വെളിയിലേക്ക് പോകുന്നു. നിങ്ങളെല്ലാവരും തന്നെ അതുപോലെ തന്നെ ഒരു കാർഷിക വൃത്തിയിലൂടെ മുമ്പോട്ട് പോകുന്നവരാണെന്ന് വിചാരിക്കുകയാണ്. അതെ, താഴെ പോയി വാടകയ്ക്ക് താമസിക്കും, ഇവിടെ ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥയാണ്. കൂവ വരെ നട്ട് തിന്നാൻ പറ്റാത്ത, ചവിട്ടി ഏറ്റവും ലാസ്റ്റുള്ളത് കൂവയാണ്. അതുവരെയും നട്ടാൽ കിട്ടില്ല. മുളച്ചു വരുമ്പോൾ തന്നെ കുരങ്ങ് കിള്ളിപ്പൊളിച്ച് എല്ലാം നശിപ്പിച്ച് കളയും. ഇതിങ്ങനെ എവിടെയെങ്കിലും നമ്മൾ പരാതിപ്പെടുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് ഗവൺമെൻറ്റിന് സഹായമോ അങ്ങനെ എന്തെങ്കിലും? പട്ടയമില്ലല്ലോ. പട്ടയം ഉണ്ടോയെന്ന് ചോദിക്കുന്നത്. പട്ടയം ഇല്ലാത്തവർക്ക് ഒരു ആനുകൂല്യം കിട്ടുന്നില്ല. 10 കൊല്ലം മുമ്പ് ആനയുടെ ശല്യം കാരണം സ്വന്തം വീട് ഉപേക്ഷിച്ച് വാടകയ്ക്ക് താമസിക്കുന്ന ഒരു വ്യക്തിയാണിത്. 2 കൊല്ലം. ഞങ്ങളും ഈ പറഞ്ഞ പോലെ മാമലക്കണ്ടത്ത് വന്നിട്ട് ഏതാണ്ട് 14 കൊല്ലത്തോളമായി. ഞാൻ പല വീടുകളിൽ താമസിച്ചിട്ടുണ്ട്. ഈ വീടുകളിലൊക്കെ എല്ലാം തന്നെ ഇങ്ങനെ അതിർത്തി പ്രദേശങ്ങളാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അവിടെയൊക്കെ ഈ ആനശല്യം കാരണം നമ്മൾ വന്ന് ലാസ്റ്റ് സിറ്റിയിലേക്ക് വേണ്ട ഒരു അവസ്ഥയിലേക്കായി. അപ്പോൾ ഇവരുടെ ഒരു വലിയ ദുഃഖം, അതുപോലെ തന്നെ ഇവരുടെ പ്രതിസന്ധിയാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. എനിക്കൊന്ന് ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് ഇവിടെ നിൽക്കുന്നുണ്ട്. ഒരുപക്ഷെ കുടുംബങ്ങളുമായിട്ടൊക്കെ അടുത്ത് ഇടപഴകുന്നുണ്ട്. കുടുംബങ്ങളിലുള്ള സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവരൊക്കെ അനുഭവിക്കുന്ന ഒരു മാനസിക വിഷമം, കുട്ടികൾക്ക് പഠിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട്, അതുപോലെ പുറത്തിറങ്ങാൻ പറ്റാത്ത അങ്ങനത്തെ ടെൻഷൻസൊക്കെ നിങ്ങളൊരുപക്ഷെ മറ്റുള്ളവരെക്കാളും കൂടുതൽ കേൾക്കുന്നവരായിരിക്കാം. സിസ്റ്റേഴ്സ് എന്താണ് ഇവിടുത്തെ നമ്മുടെ ആളുകളുടെ, കുട്ടികളുടെയും പ്രത്യേകിച്ച് വീട്ടമ്മമാരുടെയൊക്കെ ഒരു അവസ്ഥ? അമ്മമാർക്കാണെങ്കിൽ പറയുകയാണെങ്കിൽ ജോലി കുറവാണ്. പിന്നെ അവർ കാർഷിക വൃത്തിയെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. അവരധ്വാനിച്ചുണ്ടാകുന്ന സാധനങ്ങൾക്ക് യഥാർത്ഥ വില കിട്ടുന്നില്ല.
പിന്നെ അത് കാട്ടുപന്നികളുടെ ശല്യം കാരണം ഒന്നും ചെയ്യാനും സാധിക്കുന്നില്ല. കുട്ടികളെയൊക്കെ സ്കൂളിൽ വിടാൻ തന്നെ മാതാപിതാക്കൾക്ക് ഭയങ്കര ഭയമാണ്. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഇവിടെയുള്ള ജനങ്ങൾ ഒത്തിരി അനുഭവിക്കുന്നുണ്ട്. ഇവിടെയുള്ളവർക്ക് അസുഖം വന്നാൽ ഒരു അത്യാവശ്യ ചികിത്സ കിട്ടുക എന്ന് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. പിന്നെ ഇവിടെ ചെറുതായിട്ടൊരു ഡിസ്പെൻസറി ഉണ്ട്, അവിടെയാണ് ആൾക്കാർ ഓടി വരുന്നത്. പിന്നെ ഇവിടെ അടുത്തെങ്ങും ആശുപത്രികളൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർക്ക് രോഗാവസ്ഥയിൽ ചികിത്സ ലഭിക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ട് നേരിടുന്നു. പിന്നെ കാട്ടുമൃഗങ്ങളുടെ ശല്യം കാരണം അവർക്ക് പോകാനും ഭയമാണ്. പക്ഷെ ഞങ്ങൾക്കൊരു പച്ചക്കറി പോലും നട്ട് തിന്നാൻ പറ്റുന്നില്ല. ഒരു പച്ചക്കറി എന്തെങ്കിലും നട്ടൊരു പയർ നട്ടാലും അത് പയറായി വരുമ്പോൾ നമ്മൾ നോക്കിയിരിക്കുമായിരിക്കും. പക്ഷെ നമ്മൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞാൽ അന്നേരം കുരങ്ങ് വന്ന് അതിങ്ങനെ പറിച്ച് തൂക്കി പിടിച്ചോണ്ടങ്ങ് പോകും. അതുപോലെ കിളി സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങളുള്ള എൻ്റെ കുട്ടികൾ പഠിക്കുന്നത് 2 പേര് വിമലയിലാണ്. പക്ഷെ കുട്ടമ്പുഴ വിമല സ്കൂളിൽ. പക്ഷേ ഇവിടെ നിന്ന് പോയി പിള്ളേർ അവിടെ എത്തിയാലും ഞങ്ങൾക്കൊരു പേടിയാണ്. വഴിക്ക് ആനയുണ്ടാവുമോ അങ്ങനെയുള്ള ഭയമുണ്ട്. പിന്നെ തിരിച്ചെത്തുന്നിടം വരെ ഒരു ഭയമാണ്. കാട്ടിൽ കൂടെയാണ് ഇവിടെ, അങ്ങോട്ട് പോയാലും ഇങ്ങോട്ട് പോയാലും 2 സൈഡും വനപ്രദേശമാണ്. അന്നേരം പോകുന്ന വഴിക്ക് ആനയുണ്ടാകും, പന്നിയുണ്ടാകും, കാട്ടുപോത്തുണ്ട്, ഈ വന്യജീവികളെല്ലാം ഉണ്ടാകും. പക്ഷേ പിള്ളേർ വീട്ടിൽ തിരിച്ചെത്തുന്നിടം വരെ ഞങ്ങൾക്ക് ടെൻഷനാണ്. ഞങ്ങളുടെ ഒരു പഴയ പള്ളിയാണ്, ആ പള്ളിയുടെ അടുത്താണ് എൻ്റെ വീട്. അവിടെ ഒരു ഏകദേശം ഇപ്പോൾ ഒരു 2 വർഷത്തോളമായിട്ട് സ്ഥിരമായിട്ട് ആനയുടെ ശല്യമാണ്. അപ്പം ആദ്യമൊക്കെ നമ്മുടെ പ്രദേശത്തെ എല്ലാവരും കൂടെ ഞങ്ങൾ ഓടിച്ച് അങ്ങനെ വിട്ടുകൊണ്ടിരുന്നൊരു സമയമായിരുന്നു. പിന്നെ ആയപ്പോൾ ആൾക്കാർ മടുത്തു. ഇത് സ്ഥിരമായി കഴിഞ്ഞപ്പോഴത്തേനും ആൾക്കാർ മടുത്തു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ തന്നെ ഓടിക്കാൻ തുടങ്ങി. അങ്ങനെയായി കുറേ നാളുകളായി ഞങ്ങൾക്ക് അവിടെ ഞങ്ങൾ ജീവിക്കുന്ന വീടിൻ്റെ പരിസരത്തേക്ക് തെങ്ങെല്ലാം ഒടിച്ചിട്ട് കമുക്, ഞങ്ങളുടെ പറമ്പിലുണ്ടായിരുന്ന കമുക് സർവ്വ സാധനങ്ങളും നശിപ്പിച്ച് ഒരു നിമിഷം കൊണ്ട് ഒരു മനുഷ്യൻ വേല ചെയ്ത് ഉണ്ടാക്കുന്ന അവൻ്റെ ഉൽപ്പന്നം അല്ലെങ്കിൽ അവൻ്റെ ജീവിതകാലത്ത് അവന് സമ്പാദിക്കേണ്ട എല്ലാ സാധനങ്ങളും ഒരു നിമിഷം കൊണ്ട് വന്ന് തകർത്ത് തരിപ്പണമാക്കി. അങ്ങനെ ഞങ്ങൾ മടുത്ത സ്ഥിതിക്ക് അവിടുന്ന് ആ വീടും എല്ലാം ഉപേക്ഷിച്ച്, എനിക്കൊരു പ്രായമുള്ളൊരു പിതാവാണ് എൻ്റേത്. ഞങ്ങൾക്ക് പിന്നെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് എങ്ങോട്ടെങ്കിലും ഒന്ന് ഓടി മാറുകയൊക്കെ ചെയ്യാം. പക്ഷേ എനിക്ക് പിതാവിനെ എടുത്തുകൊണ്ട് എൻ്റെ ഭർത്താവിനെ ഞങ്ങൾക്ക് ഓടി രക്ഷപ്പെടാൻ മേലാത്തൊരു സ്ഥിതി വന്നപ്പം ഞങ്ങളതെല്ലാം ഉപേക്ഷിച്ച് ഞങ്ങളുടെ ജീവനും കൊണ്ട് ആ പ്രദേശത്ത് നിന്ന് ഞങ്ങൾ ഓടി രക്ഷപ്പെടുക. നിരന്തരം ഇത് തന്നെയാണ്. ഞങ്ങൾ ഫോറസ്റ്റിലൊക്കെ വിളിച്ചു, അവർ വന്ന് 1-2 പ്രാവശ്യമൊക്കെ അവർ വന്നു. പിന്നീട് അവരെ കാണാനും ഇല്ല. അവരെ വിളിച്ചാലൊന്നും അവർ ഞങ്ങളോട് അവരെന്നെ ഓടിക്കാമെന്നോ അങ്ങനെയുള്ള ഒരു സമീപനം ഇല്ലായിരുന്നു. ഞങ്ങൾ അവസാനം അടുത്ത കൈക്ക് എന്താ ചെയ്യേണ്ട, അപ്പം ഇങ്ങനെ പിതാവിൻ്റെയൊക്കെ കീഴിലൊരു ഇങ്ങനെ ഒരു സംഘം വരുന്നുണ്ട് എന്ന് കേട്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ആശ്വാസമായി. ഞങ്ങളുടെ വിഷമങ്ങളെല്ലാം നമ്മുടെ ന്യൂസുകളിലൊക്കെ വന്ന് നമുക്ക് നമ്മുടെ കുട്ടികൾക്കും നമ്മുടെ കുടുംബത്തിനും ഇവിടെ ജീവിക്കാൻ എല്ലാവരും ജോലിയല്ല, എല്ലാവരും നമ്മൾ ഈ കൃഷി ചെയ്താണ് ഞങ്ങളിവിടെ ജീവിക്കുന്നത്. അപ്പം അത് ഞങ്ങളെ സംബന്ധിച്ച് ഒരു സാധനങ്ങൾ നട്ട് തിന്നാൻ പോലും മേലാത്തൊരു സ്ഥിതിയിലാണ്. പിന്നെ ഞങ്ങളുടെ പറമ്പ് കാണണമായിരുന്നു, ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല. നമ്മുടെ ഒരു ആയുസ് മൊത്തം ഞങ്ങൾ പണിയെടുത്ത് നമുക്ക് വയസ്സാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ കരുതണമല്ലോ എന്നൊക്കെ വിചാരിച്ച് നമ്മൾ പണിയെടുത്ത് എല്ലാം നശിപ്പിച്ച് നാറാണക്കല്ല് പിടിച്ച് നമുക്ക് ആ പ്രദേശത്ത് നിൽക്കാൻ മേലാത്ത സ്ഥിതിയിൽ ഞങ്ങളെല്ലാം അവിടെ നിന്ന് ഇട്ടെറിഞ്ഞ് ഓടിപ്പോകുന്ന ഒരു സ്ഥിതിയിലേക്കാണ് ഞങ്ങളുടെ ജീവിതമല്ല ഇപ്പോൾ നിൽക്കുന്നത്. ഇതിനെ ബഹുമാനപ്പെട്ട അധികാരികളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഉള്ള ഇടപെടലുകളൊക്കെ ഉണ്ടായില്ലെങ്കിൽ ഈ മാമലക്കണ്ടം പ്രദേശം നശിച്ചു പോകും, അല്ലെങ്കിൽ ജനം ഇല്ലാണ്ടായി പോകും. ജനത്തിന് ജീവിക്കാൻ മേലാത്തൊരവസ്ഥയിലേക്കാണ് ഇപ്പം ഞങ്ങളുടെ നാടും ഇപ്പം ഞങ്ങളുടെ ഈ വലിയ പള്ളിയൊക്കെ നിൽക്കുന്നത്. ഇത് ഞങ്ങൾക്ക് നിലനിർത്തി കിട്ടാൻ വേണ്ട ഇടപെടലുകൾ എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഈ പാവപ്പെട്ട മനുഷ്യരുടെ കണ്ണീരാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം ഇത് വളരെ ഗുരുതരമായിട്ടുള്ള പ്രശ്നമാണ്. നമുക്കറിയാവുന്ന പോലെ ഈ ഒരു നാടിൻ്റെ ഇത് നാനാജാതി മതസ്ഥരായ ആളുകൾ ഒരുമിച്ച് താമസിക്കുന്ന ഒരു സ്ഥലമാണ്. അത് അവരിൽ കുറച്ച് പേരുടെ ശബ്ദം മാത്രമേ നമ്മളിപ്പോൾ കേട്ടിട്ടുള്ളൂ. ഇതിന് ശാശ്വതമായ പരിഹാരം നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. അഭിനന്ദ പിതാവേ, ഇത് ഈ മനുഷ്യരുടെ കണ്ണീര് നമ്മൾ കാണുകയാണ്, അവരുടെ ദുഃഖം. അത് കുട്ടികളുണ്ട്, മുതിർന്നവരുണ്ട്, കുടുംബനാഥന്മാരുണ്ട്, ഒത്തിരി കഷ്ടപ്പെടുന്ന കുടുംബനാഥന്മാരുണ്ട്. അവരുടെ ബുദ്ധിമുട്ട്, സങ്കടം നമ്മൾ കാണുകയാണ്. ഇതിനൊക്കെ ശാശ്വതമായൊരു പരിഹാരം നമ്മളത് പല വേദികളിൽ പറയുന്നുണ്ട്. എന്നാലും പിതാവ് എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ ഭരണാധികാരികളോട് നമുക്ക് ഇത് വളരെ ശക്തമായിട്ട് മുന്നോട്ട് വയ്ക്കാൻ പറ്റുന്ന ഒരു പരിഹാര നിർദ്ദേശം എന്നുള്ളത് 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ വന്യമൃഗങ്ങളുടെ ശല്യം അല്ലെങ്കിൽ അവരുടെ ആക്രമണം തടയുവാനായിട്ടുള്ള മാർഗങ്ങൾ ഗവൺമെൻറ് നോക്കണം. അതിൽ പ്രധാനമായിട്ടും ചെയ്യേണ്ടത് ഇപ്പോഴത്തെ ഫോറസ്റ്റ് നിയമം മാറ്റേണ്ടി വരും. കാരണം ഇപ്പോൾ മൃഗങ്ങളെ നോക്കിയാൽ കേസാവും, തൊട്ടാൽ അതിൽ കൂടുതൽ കേസാവും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ സാധിക്കില്ല. അത് ജനങ്ങൾക്ക് മനുഷ്യജീവന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള നിയമനിർമ്മാണം ഉണ്ടാകണം. അപ്പോൾ അത് പാർലമെൻറ്റിലായാലും നിയമസഭയിലായാലും. ഒന്നാമത്തെ കാര്യം, ഇപ്പോഴത്തെ നിയമം മാറിയാൽ മാത്രമേ
ഒരു സുരക്ഷിതത്വം കൊടുക്കുവാൻ സാധിക്കുകയുള്ളൂ. രണ്ടാമത്തെ കാര്യം എന്നുള്ളത് വന്യമൃഗങ്ങൾ വനത്തിൽ തന്നെ കഴിയുവാനുള്ള സാഹചര്യം ഒരുക്കണം. അതിനിപ്പോൾ നമുക്കറിയാം, ഈ വേനൽക്ക് വനത്തിൽ വെള്ളമില്ല, തീറ്റയില്ല, അതുകൊണ്ട് മൃഗങ്ങൾ പുറത്തേക്ക് വരുന്നു. അപ്പോൾ അവിടെ തന്നെ വനപാലകരുടെ ഉത്തരവാദിത്വമാണ് വനത്തിൻ്റെ ആവാസ വ്യവസ്ഥ അത് സുരക്ഷിതമായിട്ട് ഈ മൃഗങ്ങൾക്ക് അധിവസിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത്. തടയണകൾ ഉണ്ടാക്കുക, അതുപോലെ തന്നെ ഈറ്റാമുള സാധനങ്ങളൊക്കെ അവിടെ വളർത്തുക. ഇതൊക്കെ ചെയ്യേണ്ടത്, അതിനൊക്കെ ഒത്തിരി ഫണ്ട് കിട്ടുന്നുണ്ട് അവർക്ക്, അതൊന്നും ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ്. പിന്നെ മൃഗങ്ങൾ പുറത്തേക്ക് ഇറങ്ങി വരാതിരിക്കാൻ ട്രെഞ്ച് കുഴിക്കണം, ട്രെഞ്ച് കുഴിക്കുക, ഫെൻസിങ് നടത്തുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുവാനായിട്ടുള്ള ഉപാധികളുണ്ട്, അതിനുള്ള പ്രോജക്റ്റുമുണ്ട്. അത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് കാര്യം. മൂന്നാമതായിട്ട് ഞാൻ പറയുന്നത്, ഇനി മൃഗങ്ങൾ പുറത്തേക്ക് വരികയാണെങ്കിൽ, അത് കൃഷിയിടത്തിൽ വരികയാണെങ്കിൽ അതിന് വെടിവെച്ച് കൊല്ലാനുള്ള അതിനുള്ള അധികാരം ഗവൺമെൻറ്റിനുണ്ട്, അതുപോലെ തന്നെ ഭരണകർത്താക്കൾക്കുണ്ട്. അത് ഉപയോഗിക്കണം. അല്ലാതെ ഈ ജനങ്ങളെ കള്ളക്കേസിൽ കൊടുക്കുക എന്നുള്ളതായിരിക്കരുത് ഫോറസ്റ്റുകാരുടെ ലക്ഷ്യം. ഇപ്പോൾ ചെയ്യുന്നത് ജനങ്ങളെ നശിപ്പിക്കുവാനായിട്ട് മൃഗങ്ങളെ താഴേക്ക് വിടുകയും അതോടൊപ്പം തന്നെ ഈ ജനങ്ങളെ കള്ളക്കേസിൽ കുടുക്കി ഏതെങ്കിലും രീതിയിൽ അവിടുന്ന് ജനങ്ങളെ ഒഴിവാക്കുക എന്നുള്ള ഒരു നയമാണ് ഇപ്പോൾ ഗവൺമെൻറ്റും ഫോറസ്റ്റും സ്വീകരിച്ചിരിക്കുന്നത് എനിക്ക് തോന്നുന്നത്. അത് മാറണം. പിന്നെ അതുകൂടാതെ തന്നെ എന്തെങ്കിലും ഇവർക്ക് നഷ്ടമുണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ നഷ്ടപരിഹാരം കൊടുക്കുവാനുള്ള സംവിധാനം ഉണ്ടാകണം. അതിന് ചെയ്യേണ്ട ഒരു കാര്യം, നമുക്ക് ഈ ഒരു ട്രൈബ്യൂണൽ ഇതിനുവേണ്ടി തന്നെ ഉണ്ടാകണം. ഇങ്ങനെ കേസ് വരികയാണെങ്കിൽ അത് പെട്ടെന്ന് കൈകാര്യം ചെയ്യാൻ വേണ്ടി ട്രൈബ്യൂണൽ ഉണ്ടാകണം. പിന്നെ ഇവിടെ ഫോറസ്റ്റുകാർക്ക് കഴിവില്ല എങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും സൈന്യത്തെ ഇറക്കണം. കാരണം ജനങ്ങളുടെ സുരക്ഷ എന്നുള്ളത് ഗവൺമെൻറ് ഉത്തരവാദിത്വമാണ്. അപ്പോൾ നമുക്കറിയാമല്ലോ, വലിയ വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ പ്രകൃതിക്ഷോഭം ഉണ്ടാകുമ്പോൾ സൈന്യത്തെ ഇറക്കാറുണ്ട്. അതുപോലെ തന്നെ ഇത് അതുപോലൊരു ഭീഷണിയാണ് ഇപ്പോൾ. ഈ കേരളം മുഴുവനും ഭീഷണിയിൽ നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെയുള്ള ഫോറസ്റ്റുകാർ കഴിവില്ല എങ്കിൽ അതിന് തക്കതായ മറ്റ് ഉപാധികൾ അന്വേഷിക്കുകയും സൈന്യത്തെ ഇറക്കി ഇതിന് പരിഹാരം ഉണ്ടാകണം. അപ്പോൾ അങ്ങനെ ജനങ്ങൾക്ക് സുരക്ഷിതമായിട്ട് ജീവിക്കുവാനുള്ള സാഹചര്യം ഒരുക്കുക എന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെയും അതുപോലെ തന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെയൊക്കെ ഉത്തരവാദിത്വമാണ്. നമ്മളെല്ലാവരും അതിനു വേണ്ടിയിട്ട് സഹകരിക്കുന്നതാണ്. നമ്മളാരും മാറി നിൽക്കുകയല്ല, അപ്പോൾ അവരെ എതിർക്കുകയല്ല. അവർ ചെയ്യേണ്ട ദൗത്യം നിറവേറ്റുവാനായിട്ട് എല്ലാവരും സഹകരണം നമുക്ക് കൊടുക്കാൻ സാധിക്കും. വളരെ ക്രിയാത്മകമായിട്ടുള്ള നിർദ്ദേശങ്ങളാണ് അഭിമന്യ പിതാവ് ഇപ്പോൾ മുന്നോട്ട് വെച്ചത്. എനിക്ക് തോന്നുന്നു ഭരണകർത്താക്കൾക്ക് ഇത്തിരിയെങ്കിലും ഈ ജനങ്ങളോട്, ഇവരുടെ കണ്ണീര് നമ്മൾ കാണുകയായിരുന്നു ഇത്രയും നേരം, ഈ ജനങ്ങളോട് അവർ വോട്ട് ചെയ്യുന്നവരാണ്, നാടിൻ്റെ നിയമങ്ങൾ പാലിച്ച് ജീവിക്കുന്നവരാണ്. ഈ ജനങ്ങളോട് ഏതെങ്കിലും തരത്തിലുള്ള പ്രതിബദ്ധത ഇപ്പോഴും അവശേഷിക്കുന്നുണ്ടെങ്കിൽ അഭിമന്യ പിതാവ് വളരെ കൃത്യമായി എണ്ണി പറഞ്ഞ ഈ പരിഹാര മാർഗ്ഗങ്ങൾ നിയമനിർമ്മാണത്തിലൂടെ, ചർച്ചകളിലൂടെയൊക്കെ അവർക്ക് കൊണ്ടുവരാവുന്നേ ഉള്ളൂ. അത് നിലവിൽ വരുത്തുക. അങ്ങനെ ഈ പാവപ്പെട്ട മനുഷ്യരുടെ അവരുടെ മനുഷ്യാവകാശം, അവർ ഔദാര്യമല്ല ചോദിക്കുന്നത്, മറ്റൊരു തരത്തിലുള്ള ആനുകൂല്യങ്ങളും അല്ല അവർ ചോദിക്കുന്നത്. ഒരു മനുഷ്യന് ജീവിക്കാനുള്ള അവകാശം, അതിന് ആനുപാതികമായിട്ട് ലഭിക്കേണ്ട നീതി, അതാണ് അവർ ആവശ്യപ്പെടുന്നത്. അത് ഇവർക്ക് ലഭ്യമാകണം. അതിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരിലേക്ക് ഈ കോതമംഗലം രൂപതയിലെ ഒരു അതിർത്തി പ്രദേശം അല്ലെങ്കിൽ മലയോര പ്രദേശത്തുള്ള ഈ ഇടവകയിലേക്ക് അഭിമന്യ പിതാവ് കടന്നു വന്നത്. ഇത് ഇത്രയും പേരുടെ ശബ്ദം മാത്രമല്ല, ഈ മാമലക്കണ്ടം പ്രദേശത്തെ നാനാജാതി മതസ്ഥരായ ആളുകളുടെ പ്രതിനിധികളായിട്ടാണ് ഇവരോട് നിൽക്കുന്നത്. അവരുടെ ശബ്ദമാണ് നമ്മളിപ്പോൾ കേട്ടത്. ഇതിന് പരിഹാരം ഉണ്ടാകണം. ഇത് ഒരിക്കലും നിയന്ത്രിക്കാനും അല്ലെങ്കിൽ അവസാനിപ്പിക്കാനും പറ്റാത്ത ഒരു പ്രശ്നമായി തുടരുന്ന സാഹചര്യം ഇനി ഉണ്ടാകരുത്. അതാണ് ഞങ്ങളുടെ ആവശ്യം, അതാണ് ഈ നാടിൻ്റെ ആവശ്യം. കൃഷി ചെയ്ത് ജീവിക്കുന്ന ആളാണ്. ഇപ്പോൾ വാങ്ങിക്കുന്നതൊക്കെ ലോണെടുത്ത് ഭയങ്കര പൈസയാണ്, അത് അടയ്ക്കാനൊന്നും വശമില്ല. അത് കൃഷി ചെയ്യുന്ന ആൾക്കാരുടെ ഒരു സാധനങ്ങളും ഈ മ്ലാവ്, പന്നി, കുരങ്ങ്, ആന എല്ലാം ശല്യം കൊണ്ട് യാതൊരു ജീവിതവും വഴിമുട്ടിരിക്കുന്നത്. ഇവിടെ മിക്ക ഭൂമികൾക്കും പട്ടയില്ല, നിസ്സാരം ആൾക്കാർക്ക് മാത്രമാണ് പട്ടയുള്ളത്. പട്ടയില്ലാത്തതിൻ്റെ പേരിലെന്ന് വെച്ചാൽ ഒരു ബാങ്കിൽ, നാഷണലൈസ് ബാങ്കിൽ നിന്നൊന്നും ഒരു ലോൺ ഒന്നും തരില്ല. ഒരു സ്വർണം പണയം വയ്ക്കാൻ പോയാൽ വരെയും നാഷണലൈസ് ബാങ്കിൽ നടക്കില്ല. ഈ സഹകരണ സംഘത്തിൽ നിന്ന് കിട്ടുന്ന ആകെപ്പാടെ 5000, അല്ലെങ്കിൽ 2 ജാമ്യക്കാരെയും കൊടുത്താൽ 10000 രൂപ. അത് 11ാമത്തെ മാസം തിരിച്ചടയ്ക്കുകയും ചെയ്യണം. അത് ഈ പട്ടയില്ലാത്തതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഭയങ്കര ഒരു പ്രശ്നമാണ്. പട്ടയുണ്ടെങ്കിൽ ഇത് ആർക്കെങ്കിലും എന്തെങ്കിലും കിട്ടുന്ന വിലയ്ക്ക് കൊടുത്തേച്ചെങ്കിലും കടന്നു പറഞ്ഞു. ഞാൻ ഈ പള്ളിയിലെ ഒരു ശുശ്രൂഷകനാണ്. എങ്ങനെയാണ് ഞാൻ ഒരു 3-4 പ്രാവശ്യം ആനയുടെ മുമ്പിൽ വന്നപ്പെട്ട കഷ്ടി ദൈവത്തിൻ്റെ കൃപയാൽ തലമുടി നാരിൻ്റെ ഇടയ്ക്ക് രക്ഷപ്പെട്ട്, ഇടയ്ക്ക് ഞാൻ ഈ പേരുപണി നിർത്തിയാലോ എന്നെ 3 കിലോമീറ്റർ പോകണം. അത് ഈ ആനയുടെ കൂട്ടിക്കൂടെ വേണം. 10 ലക്ഷം രൂപ ഉറപ്പായിട്ട് സർക്കാർ തരുമെന്നുണ്ടെങ്കിൽ മാവലക്കണ്ടത്തെ ആൾക്കാർ ആനയുടെ കീഴെ, ആനയുടെ കാൽച്ചുവട്ടിൽ ചെന്ന് ഈ അവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ
ചെന്ന് വീഴും. ആ പറമ്പിലേക്ക് വരും യാദൃശ്യമായിട്ട് വനത്തിൻ്റെ അതിർത്തി നിൽക്കുന്ന ആന പറമ്പിലേക്ക് കടന്നു വരുന്ന സ്ഥിതിക്ക് ഞങ്ങളെ എല്ലാവരും ചവിട്ടി കൊല്ലാനുള്ള സാധ്യതയുണ്ട്. 10 ലക്ഷം രൂപ വെച്ച് ഞങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഞങ്ങൾ അതിന് തയ്യാറാണ്. ഞങ്ങൾ പ്രധാനമന്ത്രി കിസാൻ പദ്ധതി 2000 രൂപ വെച്ച് ഒരു വർഷം 3 തവണ 6000 രൂപ ഒരു കൃഷിക്കാരന് കിട്ടേണ്ടതാണ്. അവരാദ്യം ചോദിക്കുന്നത് കരം കെട്ടിയ രസീതാണ് ചോദിക്കുന്നത്. കരം കെട്ടണമെന്നുണ്ടെങ്കിൽ പട്ടയം വേണം. പട്ടയില്ലാത്ത കാരണം ഇവിടെ ആർക്കും തന്നെ അത് കിട്ടുന്നില്ല. അത് കിട്ടിയാൽ തന്നെ ആയാലും കൃഷിക്കാർക്ക് കുറച്ച് ഗുണം ആവുമായിരുന്നു. 400-500 രൂപ മുടക്കി ഒരു ഞായറാഴ്ച പള്ളി വരുന്നവരുണ്ട് ഇവിടെ ഓട്ടോക്കൂലി കൊടുത്ത്. അവർക്ക് ഒരാഴ്ച മുഴുവൻ അധ്വാനിച്ചാലും ഈ 400-500 ഉണ്ടാക്കാൻ പറ്റുന്നില്ല അവരുടെ പറമ്പിൽ നിന്ന്. കാരണം കാണുമ്പോൾ കുറേ മരങ്ങൾ നിൽക്കുന്നതിനപ്പുറത്തേക്ക് ഒരു ആദായം അതിൻ്റെ അകത്ത് ഒന്ന് ഉൽപ്പാദിപ്പിച്ച് അതൊന്ന് ലാഭകരമാക്കി മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെ കുറച്ചെങ്കിലും ചെയ്യുന്നത് നമ്മുടെ PDS പോലുള്ള സംവിധാനങ്ങളാണ്. അവരിവരുടെ കുറച്ച് പേരുടെ കർഷകരുടെയൊക്കെ നേരിട്ട് വിഷമടിക്കാത്ത അങ്ങനത്തെ കളനാശിനിയൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. പക്ഷേ അങ്ങനെ കുറച്ചൊക്കെ അവർ ഈ കുരുമുളകൊക്കെ ശേഖരിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അതാണ് ആകെ ഉള്ളത്. അല്ലാതെ വേറൊരു സംവിധാനവും ഒരു NGOs ഇങ്ങോട്ട് കയറി വരാറില്ല. ഒരു ആൾക്കാരും ഇവർക്ക് വേണ്ടി ചെയ്യാറില്ല. അതുകൊണ്ട് ഇവർക്ക് വല്ലപ്പോഴും നമ്മുടെ എവിടെന്നെങ്കിലും ഏതെങ്കിലും ഒരു പദ്ധതി വന്നു കഴിഞ്ഞാൽ ആദ്യം ചോദിക്കുന്നത് കരമടച്ച രസീത് തരാനാണ്. നമുക്ക് പട്ടയില്ലാത്തവന് എവിടെ കടമടച്ച രസീത് എന്നുള്ളതാണ് അതിൻ്റെ അകത്ത് ആദ്യം കാര്യം. അതുകൊണ്ട് ആ ഒന്നാമത്തെ ഘട്ടത്തിൽ തന്നെ ഇവിടെ ഉള്ളവരെല്ലാം അതിൻ്റെ അകത്ത് പുറത്താവും. പിന്നെ വളരെ ചുരുക്കം ഇപ്പോൾ പട്ടയം ഉണ്ടെന്ന് പറഞ്ഞ ചേട്ടനൊക്കെ ആണെങ്കിൽ പോലും വളരെ ചെറിയ സ്ഥലങ്ങളിലേ ഉള്ളൂ. ഇവർ വീടിക്കുന്ന സ്ഥലത്തൊന്നും പട്ടയം ഉണ്ടാവണമെന്നില്ല. പറമ്പിൻ്റെ ഏതെങ്കിലും ഒരു സ്ഥലത്തൊക്കെ ആയിരിക്കും ഉണ്ടാകുന്നത്. അതുകൊണ്ട് നമുക്ക് കിട്ടാവുന്നതിൽ ഇപ്പോൾ 5 സെൻറ്റ് സ്ഥലത്തിന് പട്ടയം ഉണ്ടെങ്കിൽ അതിന് കിട്ടാവുന്ന ലോണിന് വളരെ പരിമിതിയുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തൊന്നും അവർ ജീവിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായ ഒരു സാഹചര്യമാണത്.